गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम सदाशिवसमारम्भां शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ഇവിടെ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ സന്യാസി ശ്രേഷ്ഠരുടെയും പാദങ്ങളിൽ ഓം നമോ നാരായണായ പൂർവകമായ നമസ്കാരം. മറ്റെല്ലാ സജ്ജനങ്ങൾക്കും വന്ദനം. ധർമ്മ സന്ദേശ യാത്രയെക്കുറിച്ച് സ്വാഗതത്തിലും അധ്യക്ഷ ഭാഷണത്തിലും ആമുഖ ഭാഷണത്തിലൊക്കെ പ്രതിപാദിക്കപ്പെട്ടു. ആവർത്തന വൈറസ് ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ ദീർഘമായ ഒരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല. കൂടുതൽ സമയം സംശയ നിവാരണത്തിനാണ് നമ്മൾ മാറ്റിവെക്കുന്നത്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സനാതന ധർമ്മ പ്രചരണ പ്രവർത്തനങ്ങളിൽ നിരന്തരം വ്യാപരിച്ച് ഈ തലമുറയിലുള്ള സന്യാസി ശ്രേഷ്ഠന്മാർക്കൊക്കെ തന്നെ മാർഗദർശനം നൽകിക്കൊണ്ട് നമ്മുടെ ഇടയ്ക്ക് നമ്മളിൽ ഒരാളായി പ്രവർത്തിച്ചിരുന്ന പരമപൂജ്യ വീതസ്പൃഹാനന്ദ സ്വാമികൾ ഇന്നലെ വൈകുന്നേരം മഹാസമാധിയായിരിക്കുകയാണ്. സ്വാമിജിയുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ, ആ സജീവമായ സ്മൃതിയുടെ മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഈ ധർമ്മസന്ദേശ യാത്ര ആരംഭിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. നമ്മുടെ ശാസ്ത്രങ്ങളുടെ, അപരിമിതമായ ശാസ്ത്രങ്ങളുടെ ഏത് മേഖലയിലേക്കും പ്രവേശിക്കുന്ന വിദ്വത്തയുടെ ഒരു പൂർണ്ണമായ ആവിഷ്കാരം എന്ന് പറയാവുന്ന പൂരക്കളിയുടെ നാട്. അതുപോലെ തന്നെ അനേക വർഷം കൂടുമ്പോൾ നടക്കുന്ന വളരെ ശക്തിമത്തായ സമാജ മനസ്സിനെ സ്പന്ദിപ്പിക്കുന്ന അനേകം കാളിയാട്ടങ്ങളുടെ നാട്. തനതായ ക്ഷേത്രകലകളുടെയും യക്ഷഗാനത്തിൻ്റെയും വലിയ സ്വാധീനമുള്ള പ്രദേശം. കലയുടെ, സംസ്കാരത്തിൻ്റെ സമുന്നതമായ ഒരു പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു പ്രദേശം. അതാണ് കാസർഗോഡ്. അതിൻ്റെ പിന്തുടർച്ചയായി അനേക മഹാപുരുഷന്മാരുടെ പ്രവർത്തന മേഖലയായി സമീപ കാലഘട്ടത്തിൽ
നമുക്കെല്ലാം അറിയാം, പാപ്പ രാംദാസിന്റെ, കൃഷ്ണഭായ് മാതാജിയുടെ, അവധൂത മഹാത്മാവായിരുന്ന ഭഗവാൻ നിത്യാനന്ദ സ്വാമികളുടെ പ്രവർത്തന ഭൂമിയായി ഈ കാസർഗോഡ് ജില്ല. പരമ്പരാഗതമായി ഇടനീർമഠം പോലുള്ള മഹാസ്ഥാനങ്ങളുടെ കേന്ദ്രമാണ്. ഇന്ന് ഒട്ടനേകം മഹാത്മാക്കളുടെ പ്രവർത്തനം ഈ ജില്ലയിലുണ്ട്. നമുക്കറിയാം, ഇവിടെ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്ന ചിന്മയ മിഷനായാലും വിവിധ ശാഖകളുണ്ട്. അതുപോലെ ഇവിടെ വേദിയിൽ തന്നെ ഇടനീർമഠാധിപതിയുണ്ട്, യോഗാനന്ദ സ്വാമികളുണ്ട്. അവരൊക്കെ നമ്മുടെ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിനും സമുദ്ധാരണത്തിനും നിരന്തരമായി പ്രവർത്തിക്കുന്നവരാണ്. കേരളത്തിന്റെ സവിശേഷമായ താന്ത്രിക പാരമ്പര്യവും അതിസൂക്ഷ്മമായ ശാക്തേയ ഉപാസനകളും കർണാടകത്തിലെ വൈഷ്ണവ പ്രധാനമായ താന്ത്രിക ചര്യകളും എല്ലാം സമ്മേളിക്കുന്ന ഒരു ഒരു മഹത്വപൂർണമായ പ്രദേശമാണ് കാസർഗോഡ്. ഇത് പറഞ്ഞു തുടങ്ങുന്നത് എന്തുകൊണ്ടെന്നാൽ, മനു നമ്മളെ ഓർമ്മിപ്പിച്ചൊരു വാക്യമുണ്ട്, സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ. അത് മറ്റൊരു പ്രകൃതത്ത് പറഞ്ഞതാണ്. ഒരു അടർത്തിയെടുത്തു എന്നൊരു ദോഷം നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ഭാരതം ലോക ഗുരുവാണെന്ന് സമർത്ഥിക്കുന്ന ഒരു വാക്യത്തിന്റെ ഭാഗമാണ്. വാക്യം പൂർണ്ണമായി പറയുകയാണെങ്കിൽ, മനു തന്റെ സ്മൃതിയുടെ ആരംഭത്തിൽ ഈ ഭൂമിയിലെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളെ കുറിച്ച് വർണ്ണിക്കും. അങ്ങനെ ഭൂഖണ്ഡങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഭാരതവർഷത്തെ വർണ്ണിക്കും. ഹിമാലയം മുതൽ ഹിന്ദു സമുദ്രം വരെയുള്ള ഭൂപ്രദേശത്തെ വർണ്ണിക്കും. ആ ഭാരത വർണ്ണന ചെയ്ത തന്നെയാണ് മനു പറയുന്നത്, ഏതദ്ദേശപ്രസൂതസ്യ സകാശാദഗ്രജന്മനഃ സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ പൃഥിവ്യാം സർവമാനവാഃ. വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്നത് ഒരു സാധാരണ സദസ്സല്ല. പിന്നെയോ ഈ കാസർഗോഡ് ജില്ലയിൽ സനാതന ധർമ്മത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളെ സമുദ്ദീപിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഇതിൽ സാമുദായിക സംഘടനാ നേതാക്കന്മാരുണ്ട്, ഇതിൽ മറ്റ് സാംസ്കാരിക സംഘടനാ നേതാക്കന്മാരുണ്ട്. യോഗം, വേദം, തന്ത്രം, പൂജ, ജ്യോതിഷം, വാസ്തു തുടങ്ങിയവ പഠിപ്പിക്കുന്ന ആചാര്യന്മാരുണ്ട്, പൂരക്കളിയുടെ ആചാര്യന്മാരുണ്ട്. അങ്ങനെ ഹിന്ദു സമാജത്തെ സ്പർശിക്കുന്ന ഒരു സമൂഹത്തിന്റെ പരിച്ഛേദമാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഈ ധർമ്മ സന്ദേശയാത്രയിൽ പങ്കെടുക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട്. അതുകൊണ്ട് ഈ വാക്യം നമ്മളെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമാണ്. ഭാരതത്തെ വർണ്ണിച്ച ശേഷം മനു പറയുകയാണ്, ഏതദ്ദേശ പ്രസൂതസ്യ അഗ്രജന്മനഃ സകാശാത്. ഈ ഭാരതഭൂമിയിൽ ജനിച്ച വിദ്വാന്റെ അരിക്കം നിന്നോ സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ, സ്വന്തം സ്വന്തം ചരിത്രത്തെ പഠിക്കുമാറാകട്ടെ. ആര്? ഭാരതീയരല്ല. പിന്നെ പൃഥിവ്യാം സർവമാനവാഃ, ഭൂമിയിൽ എല്ലാ മനുഷ്യരും ഈ ഭാരതത്തിൽ ജനിച്ച വിദ്വാന്റെ അരികിൽ നിന്നും സ്വന്തം ചരിത്രത്തെ പഠിക്കുമാറാകട്ടെ എന്ന് പറയുമ്പോൾ
ജഗദ്ഗുരു പദവിയാണ് ഭാരതത്തിൽ. ഈ മനുവിന്റെ വാക്യത്തിന്റെ മൂലം തേടിപ്പോയാൽ നമുക്ക് ഋഗ്വേദ സംഹിതയിൽ ഏകദേശം പ്രാരംഭ സ്ഥാനത്ത് തന്നെ കാണാൻ കഴിയും കൃണ്വന്തോ വിശ്വമാര്യം എന്നൊരു മഹാമന്ത്രത്തെ. ഈ ലോകത്തെ നമുക്ക് ശ്രേഷ്ഠതയിലേക്ക് നയിക്കാം. ശ്രദ്ധിക്കുക, ഈ ലോകത്തെ ആക്രമിച്ച് കീഴടക്കാമെന്നല്ല, ഈ ലോകത്തിൽ നമ്മുടെ സാമ്രാജ്യങ്ങൾ പണിയാമെന്നല്ല. അങ്ങനെയൊക്കെ പറയാമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ വേദത്തിന്റെ ഭാഗമായി ധനുർവേദം നമുക്കുണ്ട്. അതിവിശിഷ്ടങ്ങളായ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും നിർമ്മിക്കാനുള്ള വിദ്യകൾ നമുക്ക് സ്വായത്തമായിരുന്നു. അത് കേവലം ഗ്രന്ഥാകാരത്തിൽ എഴുതപ്പെട്ടതല്ല, മറിച്ച് പ്രാവർത്തികമായിരുന്നു. ഒറ്റ ദൃഷ്ടാന്തം മാത്രം പറയാം. ദീർഘമായി പ്രസംഗിക്കില്ല എന്ന് പറഞ്ഞത് തെറ്റിക്കരുതല്ലോ. ഒരു ദൃഷ്ടാന്തം മാത്രം പറയാം. അതിപ്രാചീനമായ വാൽമീകി രാമായണത്തിൽ ശ്രീരാമ ജന്മഭൂമിയായ അയോധ്യയെ വർണ്ണിക്കുന്ന സന്ദർഭത്തിലും രാവണന്റെ അധീനതയിലുള്ള ലങ്കയെ വർണ്ണിക്കുന്ന സന്ദർഭത്തിലും വാൽമീകി മഹർഷി ഒരേ വർണ്ണന ചെയ്തിട്ടുണ്ട്. അത് പട്ടണത്തിന്റെ ചുറ്റുപാടും തുല്യ അകലത്തിൽ ശതഘ്നികൾ വിന്യസിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ശതഘ്നികൾ, ശതഘ്നി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സത്യസന്ധമായി എനിക്കറിയില്ല. പക്ഷെ വാക്കിന്റെ അർത്ഥം അറിയാം. ശതാൻ ഘനന്തി ഇതി ശതഘ്നി. ഒറ്റ വിക്ഷേപണത്തിൽ നൂറുകണക്കിന് പേരെ കൊല്ലാൻ കഴിവുള്ള ആയുധ വിശേഷത്തിനാണ് ശതഘ്നി എന്ന് പറയുന്നത്. അപ്പൊ തുല്യ അകലത്തിൽ ശതഘ്നികൾ വിന്യസിച്ചിരുന്നു എന്ന് പറയണമെങ്കിൽ അതെന്തൊരു അത്ഭുതകരമാണ്. അത്ര വലിയ ആയുധ സമ്പത്ത് നമുക്കുണ്ടായിരുന്നു, അത്ര വലിയ ആയോധന പാഠവും ഉണ്ടായിരുന്നു. വെറും ശാന്തി മന്ത്രം ചൊല്ലിയവരല്ല നമ്മൾ. പലരും ധരിക്കുന്നത് ശാന്തി മന്ത്രം മാത്രമേ കഴിയുന്നുള്ളൂ എന്നാണ്. അല്ല, ശാന്തി മന്ത്രം ചൊല്ലിയവരാണ് നമ്മൾ. ലോകത്തിന് മുഴുവൻ ശാന്തി ഉണ്ടാവട്ടെ, സജ്ജനങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ എന്നല്ല, സദ്ബുദ്ധിയുള്ളവർക്ക് ശാന്തി ഉണ്ടാവട്ടെ എന്നല്ല, മറിച്ച് സമസ്ത ജീവരാശികൾ ഈ ഭൂമിയിലും സൗരയൂഥത്തിലുമുള്ളവരല്ല, മറിച്ച് സമസ്ത പ്രപഞ്ചത്തിലുള്ളവർക്കും ശാന്തി ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആശീർവദിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ശക്തിയുടെ മഹാസന്ദേശം അതിനെയും തുല്യ ഭാവത്തിൽ ആദരിച്ചിട്ടുണ്ട്, ആരാധിച്ചിട്ടുണ്ട്. നമ്മൾ പൂജിക്കുന്ന സകല ദേവതകൾക്കും അനേകവിധ ആയുധ വിശേഷങ്ങളുണ്ട്. വെറും കൈയായിട്ട് ആരും ചിന്തിക്കും. ശക്തിയുടെയും ശാന്തിയുടെയും സമന്വയമാണ് നമുക്ക് ഋഷിമാർ പകർന്നു തന്ന കാഴ്ചപ്പാട്. അപ്പൊ അതുണ്ടായിരിക്കെ നിങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ആക്രമിച്ച് കീഴടക്കൂ, നിങ്ങളുടെ സാമ്രാജ്യങ്ങൾ പണിയൂ എന്ന് പറയാമായിരുന്നു. പറഞ്ഞില്ല, ഒരിടത്തും പറഞ്ഞില്ല. മറിച്ച് ഈ ലോകത്തെ മുഴുവൻ നമുക്ക് ശ്രേഷ്ഠതയിലേക്ക് നയിക്കാം എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ശ്രേഷ്ഠതയിലേക്ക് നയിക്കുക? അവിടെയാണ് ഭാരതത്തിന്റെ ജഗദ്ഗുരു പദം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ജഗദ്ഗുരു പദത്തിന്റെ വലിയൊരു മഹിമയിലേക്ക് ഒരു സൂചന മാത്രം പറയാം. നമ്മെ സംബന്ധിച്ച് ആധ്യാത്മികം ഭൗതികം എന്ന വ്യത്യാസമുണ്ട്. വിദ്യയുടെ എല്ലാ ശാഖകളെയും എല്ലാ മേഖലകളെയും നമ്മൾ ആദരിച്ചു. ഈശ്വര തത്വത്തെ സുസൂക്ഷ്മം അപഗ്രഥിച്ച ബാദരായണൻ നമുക്ക് മഹർഷിയാണെങ്കിൽ ഈശ്വരനെ നിഷേധിച്ച ചാർവാകനും നമുക്ക് മഹർഷിയാണ്. അദ്ദേഹം നമ്മൾ എത്തീസ്റ്റ് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചില്ല. ബൗദ്ധിക സ്വാതന്ത്ര്യം
വിചാര സ്വാതന്ത്ര്യം അതിന്റെ പരമാവധി നമ്മൾ ഇവിടെ കാണുന്നു. ഇന്നും അഗ്രിമമായി നിലകൊള്ളുന്ന കാമസൂത്രങ്ങൾ രചിച്ചത് വാത്സ്യായനല്ല, വാത്സ്യായന മഹർഷിയാണ്. അദ്ദേഹത്തെ നമ്മൾ സെക്സോളജിസ്റ്റ് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചില്ല. അറിവിന്റെ ഒരു ശാഖയെയും മാറ്റി വെച്ചില്ല, എല്ലാത്തിനെയും ആദരിച്ചു. വിചാര സ്വാതന്ത്ര്യം നമ്മൾ അങ്ങേയറ്റം അനുവദിച്ചു. ഈ ഒരു പൈതൃകം, ഈ ഒരു പാരമ്പര്യം, അതിന്റെ പിന്തുണക്കാരാണ് നമ്മൾ ശ്രദ്ധിക്കുക. ആ വാക്യത്തിൽ മനു പറഞ്ഞു വെച്ചത് സ്വന്തം ചരിത്രത്തെ പഠിക്കുമാറാകട്ടെ എന്ന്. ചരിത്രബോധമുള്ളവർക്ക് മാത്രമേ ചാരിത്ര്യമുണ്ടാകൂ. ചാരിത്രവാന്മാർ മാത്രമേ ഉത്തമ പൗരന്മാരാകൂ. വോട്ട് ചെയ്തത് കൊണ്ട് പൗരന്മാരാകില്ല. നമ്മൾ ഉത്തമ പൗരന്മാരായാൽ മാത്രമേ നമ്മുടെ സ്വാതന്ത്ര്യം പോലും സഫലമാകൂ. ഇല്ലെങ്കിൽ സഫലമാകില്ല എന്ന് മാത്രമല്ല, നാം എല്ലാവരും ഓർമ്മിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത ഒരു സമാജവും നിലനിന്നിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. ആവർത്തിക്കട്ടെ, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടില്ലാത്ത ഒരു സമാജവും നിലനിന്നിട്ടില്ല. ഗ്രീസിലേക്ക് നോക്കിക്കോളൂ, റോമിലേക്ക് നോക്കിക്കോളൂ, ഇന്നത്തെ ഇറാൻ, ഇറാഖ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് നോക്കിക്കോളൂ, അമേരിക്കയിലേക്ക് നോക്കിക്കോളൂ, ആഫ്രിക്കയിലേക്ക് നോക്കിക്കോളൂ, ആസ്ട്രേലിയയിലേക്ക് നോക്കിക്കോളൂ. അവിടെ എല്ലാം മഹത്വപൂർണങ്ങളായ പ്രാചീന സംസ്കൃതികൾ നിലനിന്നിരുന്നു. ഭാരതത്തിൽ മാത്രമൊന്നുമല്ല പ്രാചീന സംസ്കൃതി നിലനിന്നത്, ഭാരതത്തിൽ മാത്രമൊന്നുമല്ല, അവിടെ എല്ലാം പ്രാചീന സംസ്കൃതികൾ നിലനിന്നിരുന്നു എന്ന് മാത്രമല്ല, അവയ്ക്കെല്ലാം സമാനതകളും ഉണ്ടായിരുന്നു. അവയെല്ലാം വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നവയായിരുന്നു. അവയെല്ലാം പ്രകൃതിയെ പൂജിക്കുന്നവയായിരുന്നു. എല്ലാം, ഒരു സന്ദേഹമില്ലാതെ ഇന്നും ഖനനം ചെയ്യുന്ന സമയത്ത് ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന ഗ്രീസിലെ അവശിഷ്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1000 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന അവിടുത്തെ ക്ഷേത്രങ്ങളുടെ വട്ടശ്രീകോവിലും ചന്ദ്രശ്രീകോവിലും ഇനി വലിയ സഭാമണ്ഡപങ്ങളൊക്കെ അടങ്ങുന്ന ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടാൽ അവർ പ്രകൃതിയെ ആരാധിച്ചിരുന്നതിന്റെ മഹിമ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് പറഞ്ഞെന്ന് മാത്രം. പക്ഷെ എന്ത് സംഭവിച്ചു? മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികളാൽ അവ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. അതെ, മതങ്ങളാണ് സംസ്കാരങ്ങളെ നശിപ്പിച്ചത്. പറഞ്ഞു മതിയാവും. അതെങ്ങനെയാണെന്ന് ചിലരെങ്കിലും സംശയിക്കും. നോക്കൂ, സംസ്കാരവും മതവും തമ്മിലുള്ള വ്യത്യാസം വനവും തോട്ടവും തമ്മിലുള്ള വ്യത്യാസമാണ്. വനം എന്ന് പറയുമ്പോൾ അത് ആയിരക്കണക്കിന് വൃക്ഷങ്ങൾ, ആയിരക്കണക്കിന് പുലിവർഗ്ഗങ്ങൾ, ആയിരക്കണക്കിന് വള്ളിപ്പടർപ്പുകൾ, അനേകായിരം ജീവരാശികൾ ഒന്നിച്ച് സഹവസിക്കുന്ന സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയാണ്. പരസ്പര ആദരവോടുകൂടി, അംഗീകാരത്തോടുകൂടി. അതെ, അവിടെ കളയും വിളയും ഇല്ല. അവിടെ എല്ലാവരും ഒന്നിച്ച് സഹവസിക്കുകയാണ്. എന്നാൽ നവീനങ്ങളായ യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് അവിടെയുള്ള വൃക്ഷങ്ങളെ മുഴുവൻ വെട്ടി നശിപ്പിച്ച് ഭൂമി നിരപ്പാക്കി തുല്യ അകലത്തിൽ കുഴിയെടുത്ത് അതിൽ ചെടികൾ നട്ട് അഥവാ വിത്ത് നട്ട് നനച്ച് വളം കൊടുത്ത് വളർത്തിയാൽ, കളകൾ പറിച്ചാൽ അവിടെ പച്ചപ്പ് വളർന്നു വരും. വലിയ തോട്ടങ്ങളായിട്ട് അവ തീരും.
പക്ഷെ ആ തോട്ടങ്ങൾ ഒരിക്കലും വനമാവില്ല. കാരണം അവിടെ ഒരു വിള, മറ്റെല്ലാം കള. വനത്തിൽ കളയും വിളയുമില്ല. മതങ്ങൾ, തോട്ടങ്ങൾ ഒന്നിനു വേണ്ടി മാത്രം, ഒന്നിലേക്ക് മാത്രം, ഒന്നിൻ്റേത് മാത്രം, മറ്റെല്ലാം കളയാണ്. ഒന്നുകിൽ എന്നിലേക്ക് വരിക, അല്ലെങ്കിൽ നീ കളയപ്പെടേണ്ടവനാണ്. വൈവിധ്യങ്ങളെ അംഗീകരിക്കണം. എന്നാൽ ധർമ്മം അതല്ല, എന്നാൽ സംസ്കൃതി അതല്ല. അത് വൈവിധ്യങ്ങളെ ആദരിക്കുന്നതാണ്. നമുക്ക് ഒന്നിച്ച് ഇവിടെ സഹവസിക്കാം. നീ നിന്റെ വിശ്വാസങ്ങളെ പുലർത്തിക്കൊള്ളൂ, നീ നിന്റെ ആചാരങ്ങളെ പുലർത്തിക്കൊള്ളൂ, ഞാൻ എന്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പുലർത്തും. നമുക്ക് പരസ്പര ബഹുമാനത്തോടെ, പരസ്പര സ്നേഹത്തോടെ ഇവിടെ കഴിയാം. നീ എന്നെ നിന്ദിക്കാൻ വരരുത്, ഞാൻ നിന്നെയും നിന്ദിക്കില്ല. അഥവാ നീ എന്നെ നിന്ദിച്ചാൽ 10 നിന്ദിക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് പരസ്പര സ്നേഹത്തോടെ ഒന്നിച്ച് സഹവസിക്കുന്ന വനം പോലെയാണ് സംസ്കാരം. അവയെ വെട്ടി നശിപ്പിച്ച് ഏകവിള തോട്ടം വെച്ച് പിടിപ്പിക്കലാണ് മതം. ഈ മതങ്ങളാണ് ലോകത്തിലെ പ്രാചീന സംസ്കാരങ്ങളെ നശിപ്പിച്ചത്. ഈ ചരിത്ര അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സംസ്കൃതിയും നിലനിൽക്കുകയില്ല. ഇതെന്തിനിപ്പോ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇത് പറയേണ്ട സമയമായിരുന്നു. ഇപ്പോൾ ഇത് പറയേണ്ട സമയമായിരുന്നു. കാരണം മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികൾ അധിനിവേശം ചെയ്ത് നൂറ്റാണ്ടുകൾ ഇവിടെ ഭരണം ഉറപ്പിച്ചു. നൂറ്റാണ്ടുകൾ. ഒരു പക്ഷേ നൂറ്റാണ്ടുകൾ എന്ന പദപ്രയോഗം അപര്യാപ്തമാണ്. സഹസ്രാബ്ദത്തോളം പോയി. ക്ഷേത്രങ്ങൾ കൂട്ടമായി തകർക്കപ്പെട്ടു. ധർമ്മ സന്ദേശ പ്രചാരകരായിരുന്ന സന്യാസിമാര് കൂട്ടമായി ഹിംസിക്കപ്പെട്ടു. ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. അഖാഡകൾ രൂപീകരിക്കപ്പെടുന്ന പശ്ചാത്തലം പഠിച്ചാൽ ഇത് മനസ്സിലാവും. ഇതൊക്കെയായിട്ടും സനാതന ധർമ്മം നശിച്ചില്ല. ഏതാനും ദശകങ്ങളെ കൊണ്ട് മറ്റു പ്രദേശങ്ങളിലെ പ്രാചീന സംസ്കാരങ്ങൾ നശിച്ച പോലെ ഈ സനാതന ധർമ്മം നശിച്ചില്ല. അവിടെയാണ് ഒരു വിദ്യാർത്ഥി ചോദ്യം ഉന്നയിക്കേണ്ടത്. എന്തുകൊണ്ട്? ആരാണ് ഈ ധർമ്മത്തെ സംരക്ഷിച്ചത്? ആരാണ് ഈ സംസ്കൃതിയെ സംരക്ഷിച്ചത്? തീർച്ചയായിട്ടും ക്ഷേത്ര കലകൾക്ക് സ്ഥാനമുണ്ട്. തീർച്ചയായിട്ടും ക്ഷേത്രങ്ങൾക്ക് സ്ഥാനമുണ്ട്. തീർച്ചയായിട്ടും കലാരൂപങ്ങൾക്ക് സ്ഥാനമുണ്ട്. തീർച്ചയായിട്ടും സന്യാസി ശ്രേഷ്ഠന്മാർക്ക് സ്ഥാനമുണ്ട്. എന്നാൽ ഇതൊന്നുമല്ല മുഖ്യം. ഏറ്റവും മുഖ്യം കുടുംബ വ്യവസ്ഥയാണ്. നമ്മുടെ കുടുംബ വ്യവസ്ഥ. ഇത് കേൾക്കുന്ന സമയത്ത് ചിലരെങ്കിലും സംശയിച്ചേക്കാം, ഈ ചിദാനന്ദ സ്വാമി എന്ത് വിദ്യത പറയണം? കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കുടുംബ വ്യവസ്ഥ ഉണ്ടായിരുന്നല്ലോ. അറിയാം. ഒന്നോ അതിലധികമോ സ്ത്രീകളും പുരുഷന്മാരും ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമായി ഒന്നിച്ച് താമസിക്കുകയും അങ്ങനെയുണ്ടാവുന്ന സന്താനങ്ങളെ വളരാൻ അനുവദിക്കുകയും ധനം സമ്പാദിക്കുകയും ഒക്കെ ചെയ്യുന്ന കുടുംബ വ്യവസ്ഥ ലോകം മുഴുവൻ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മാതൃദേവോഭവ, പിതൃദേവോഭവ തുടങ്ങിയ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട കുടുംബ വ്യവസ്ഥ അമ്മിഞ്ഞപ്പാലിനോടൊപ്പം ആശയങ്ങളെയും ആചരണങ്ങളെയും തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് അയത്നപൂർവം കൈമാറിയ കുടുംബ വ്യവസ്ഥ അത് ഭാരതത്തിൽ മാത്രമേ ഉണ്ടായിരുന്നു. വേറെ എവിടെ ഉണ്ടായി? ഈ കുടുംബമാണ് നമ്മളെ രക്ഷിച്ചത്. ഈ കുടുംബമാണ് നമ്മളെ സംരക്ഷിച്ചത്. ഇത് പറയാൻ കാരണം ഈ ധർമ്മ സന്ദേശയാത്ര കേരളത്തിൽ
നടത്താൻ മാർഗദർശക മണ്ഡലം ആലോചിക്കുന്നത് തന്നെ വാസ്തവത്തിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള ഛിദ്രതയെ കണ്ടുകൊണ്ടാണ്. പെരുകുന്ന മയക്കുമരുന്നുകൾ, തകരുന്ന കുടുംബ ബന്ധങ്ങൾ, ശിഥിലമാകുന്ന കുടുംബ ജീവിതങ്ങൾ, പതിക്കും പത്നിക്കും ഇടയ്ക്ക് പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അന്തരങ്ങൾ, ജീവിത വീക്ഷണത്തിന്റെ അഭാവം കൊണ്ട് പെരുകുന്ന ആത്മഹത്യകൾ, സാമ്പത്തികമായി വ്യാവസായികമായി കച്ചവടത്തിൽ ഒക്കെ താഴോട്ട് 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 പോകുന്ന അവസ്ഥാവിശേഷങ്ങൾ ഹിന്ദു സമാജത്തിന്റെ മൊത്തത്തിലുള്ള ഉന്നമനത്തിന് വേണ്ടി മഹാമനീഷികളായ പൂർവാചാര്യന്മാര് വിഭാവന ചെയ്ത് രൂപപ്പെടുത്തിയ സാമുദായിക സംഘടനകൾ പലപ്പോഴും ഹിന്ദു എന്നുള്ള തായ്വേര് മറന്ന് ഭിന്നതയുടെ ആശയങ്ങളെ വിതയ്ക്കുന്ന സാഹചര്യങ്ങൾ. ഇത്തരം മതങ്ങൾ ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാലും ആ മതത്തിന്റെ പേരിൽ ഒന്നാണ്. പക്ഷേ ഹിന്ദു സമാജം രാഷ്ട്രീയത്തിന്റെ പേരിൽ ഭിന്നിക്കുന്ന അവസ്ഥാവിശേഷം. ഇങ്ങനെ കലുഷിതമായ വളരെയധികം നമ്മെ ചിന്തിപ്പിക്കുന്ന സാമൂഹിക സാഹചര്യത്തെ കണ്ടിട്ട് ഇതിനൊക്കെ ധർമ്മ സന്ദേശയാത്ര കൊണ്ട് പരിഹാരമാകുമോ? ഇല്ല, അത്തരം വ്യാമോഹമൊന്നുമില്ല. പക്ഷേ നോക്കൂ, പണ്ടൊക്കെ നമ്മൾ സമൂഹത്തിൽ പലരും പ്രസംഗിച്ചവരെ കേട്ടിട്ടുണ്ട്, സന്യാസിമാരൊക്കെ സമാജത്തിലേക്ക് ഇറങ്ങണം, അവരുടെ ആശ്രമങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ. എന്നാൽ ഇന്ന് കേരളത്തിൽ തീർച്ചയായിട്ടും പറയാം, സമാജത്തിൽ അങ്ങേയറ്റം പ്രവർത്തിച്ചുകൊണ്ടാണ് എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരും ജീവിക്കുന്നത്. സന്യാസിമാർ മാത്രമല്ല, അതുപോലെ ആധ്യാത്മിക മേഖലയിൽ ആശയപ്രചരണം ചെയ്യുന്ന ആചാര്യര് വളരെയധികം ഇന്ന് സമാജത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. യോഗ ദർശനത്തെ, ധ്യാനത്തെ, വേദത്തെ, തന്ത്രത്തെ, പൂജയെ, വാസ്തുവെ, ജ്യോതിഷത്തെ എന്ന് വേണ്ട വ്യത്യസ്ത മേഖലകളെ പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആചാര്യന്മാരിന്ന് സമാജത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സമാജത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സന്യാസി പോലും തീർത്തു പറയാം വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഈ വേദിയിലായാലും സദസ്സിലായാലും ഇരിക്കുന്നവര് എല്ലാവരും മാത്രമല്ല, അതുകൊണ്ട് ഈ ഇരിക്കുന്നവർ മാത്രമാണെന്ന് വിചാരിക്കരുത്. കേരളത്തിലെ എല്ലാ സന്യാസാശ്രമങ്ങളിലെയും ആചാര്യന്മാര് ഇതിന്റെ ഭാഗമാണ്. എല്ലാവരും പ്രവർത്തിക്കുന്നവരാണ്, വിശ്രമമില്ലാതെ. അതുപോലെ സന്യാസിമാര് മാത്രമല്ല, മറ്റു പ്രസ്ഥാനങ്ങൾ. ഇവിടെ തന്നെ ബ്രഹ്മകുമാരീസിന്റെ അമ്മമാരെ നമ്മൾ കാണുന്നു, സഹോദരിമാരെ കാണുന്നു. അങ്ങനെ പല സംഘടനകൾ എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ, ഒന്നിച്ചു ചേർന്നൊരു സന്ദേശം നൽകുമ്പോൾ അതിന് വിശേഷമായ ഫലം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, അവിശ്രമം. എന്നാൽ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ, ഒന്നിച്ച് സന്ദേശം നൽകുമ്പോൾ അത് സമാജത്തിൽ വലിയ ഫലത്തെ നൽകും. ആ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ ഒരു ധർമ്മ സന്ദേശയാത്ര വിഭാവന ചെയ്യുന്നത്. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പ്രശ്നങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നില്ല, സൂചിപ്പിച്ചത് മാത്രം. ആ പ്രശ്നങ്ങളെ വിസ്തരിക്കാൻ നിന്നാൽ നമുക്ക് ദിവസങ്ങളോളം പറയാം. പ്രശ്നങ്ങളെ പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? നമ്മുടെ ചിന്തകൾ പരിഹാരോന്മുഖമാകട്ടെ, നമ്മുടെ ചിന്തകൾ പരിഹാരോന്മുഖമാകട്ടെ. എന്താണ് ആ പരിഹാരം? പുതിയൊരു പരിഹാരവും പറയാൻ പോകുന്നില്ല, പുതിയൊരു പരിഹാരവും ആരും പ്രതീക്ഷിക്കണ്ട. പിന്നെ പറയാൻ പോകുന്നത് പഴയ പരിഹാരമാണ്. ആ പരിഹാരം
വേദം നമ്മളോട് അനുശാസിച്ചതാണ്. സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം ദേവപിതൃകാര്യാഭ്യാം ന പ്രമദിതവ്യം എന്നൊക്കെ. സ്വാധ്യായ പ്രവചനങ്ങളിൽ നിന്ന് മടിച്ചു പിന്നോക്കം പോകരുതേ. ദിവസവും അവനവന്റെ ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കണമേ. അതിലടങ്ങിയ ആശയങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറണമേ. ദേവകാര്യത്തിൽ നിന്നും പിതൃകാര്യത്തിൽ നിന്നും പിന്നോക്കം പോകരുതേ. ഭൂതേന പ്രമദിതവ്യം, ധനമാർജിക്കണം, സമ്പത്താർജിക്കണം, അതിൽ നിന്ന് പിന്നോക്കം പോകരുതേ. കുശലാന പ്രമദിതവ്യം, നിന്റെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറരുതേ. ഇത്രയും ഉപദേശം കേട്ടാൽ മതി, ഇത് മാത്രം കേട്ടാൽ മതി, ബാക്കിയൊക്കെ താനേ വരും. കാരണം ദേവകാര്യം പിതൃകാര്യത്തിലുള്ളത് വിസ്തരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദിവസങ്ങൾ ഇരിക്കാൻ പറ്റും. നമ്മുടെ പൂജകള്, നമ്മുടെ നാമജപങ്ങള്, നമ്മുടെ മന്ത്രജപങ്ങള്, നമ്മുടെ ധ്യാനാദി സാധനകള്, നമ്മുടെ ക്ഷേത്രോപാസനകള്, നമ്മുടെ സേവാപ്രവർത്തനങ്ങള് എല്ലാം അതിൽ അന്തർഭവിക്കും. അച്ഛനമ്മമാരെ പൂജിക്കുന്നത്, ആദരിക്കുന്നത്, അവർക്ക് ശ്രാദ്ധാദി തർപ്പണം ചെയ്യുന്നത് എല്ലാം അതിൽ അന്തർഭവിക്കും. ശാസ്ത്ര സ്വാധ്യായം അതിൽ അന്തർഭവിക്കും. അതിൽ ആശയങ്ങളെ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുന്നത് അതിൽ അന്തർഭവിക്കും. ഇത് വിസ്മരിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ. ഒന്നുകൂടി ആവർത്തിക്കട്ടെ. ഭാരതത്തിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ ഒരു മഹാമനീഷി സഞ്ചരിച്ചു. കുടിലുകളിലും കൊട്ടാരങ്ങളിലും ഒരുപോലെ അന്തിയുറങ്ങി. പണ്ഡിതരുമായും പാമരരുമായും ഒരുപോലെ സഹവസിച്ചു. ഭാരതത്തിന്റെ ഹൃദയത്തുടിപ്പ് മനസ്സിലാക്കി. ആ നരേന്ദ്രൻ എന്നാണ് ഭാവി ഭാരതത്തെ സമുദ്ധരിക്കാനുള്ള മാർഗമെന്ന് ധ്യാനമഗ്നനായി ഉത്തരം കണ്ടത്. വിവേകാനന്ദ സ്വാമികൾ ശിഷ്യനാൽ നൽകപ്പെട്ട പേരാണ്. ആ പേരോടുകൂടി അമേരിക്കയിൽ പോയി, അനന്തരം യൂറോപ്പിൽ പോയി. ഭാരതത്തെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടനിൽ ഇതാണോ ഭാരതം, ഇത്ര ശ്രേഷ്ഠമാണോ ഭാരതം എന്ന ചിന്തയെ പ്രസരിപ്പിച്ചു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശക്തമായ അനിഷേധ്യമായ സമരം നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്നതിന് ബ്രിട്ടനിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു അയർലൻഡിലായ ശിഷ്യയെ. മറക്കരുത്. ആ വിവേകാനന്ദ സ്വാമികൾ ഭാരതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഒരുപക്ഷെ ലോകം അതിന് മുമ്പും പിമ്പും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സ്വീകരണം ഭാരതീയ ജനത നൽകി. ആ സ്വീകരണ യോഗങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സ്വാമിജി ഭാരതത്തോട് സംവദിച്ചു. എനിക്ക് ഓരോ വ്യക്തിയും വായിക്കണം, പഠിക്കണം. ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോഡ. അതിൽ സ്വാമിജി നമ്മളോട് ആഹ്വാനം ചെയ്തു. ഭാരതത്തിലെ രോഗം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. പരിഹാര ഔഷധം ഒന്നേയുള്ളൂ, ഒന്ന് മാത്രം. ഗിരിഗുഹകളിൽ നിന്നും യതിമഠങ്ങളിൽ നിന്നും വേദത്തെ പുറമേക്ക് കൊണ്ടുവരൂ. നമ്മുടെ സമാജത്തിൽ വേദം കൊണ്ടൊരു വെള്ളപ്പൊക്കം സൃഷ്ടിക്കൂ. ഇതാണ് സ്വാമിജി നൽകിയ സന്ദേശം. അതേ പരിഹാരമുള്ളൂ. വേദം എന്നതുകൊണ്ട് എല്ലാവരും ഇരുന്ന് സംഹിത പഠിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഇരുന്ന് ബ്രാഹ്മണം പഠിക്കണം, എല്ലാവരും ആരണ്യകം പഠിക്കണം, ഉപനിഷത്ത് പഠിക്കണം ഒന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് വേദത്തിന്റെ സാര സന്ദേശം നമ്മുടെ സമാജം ഉൾക്കൊള്ളണം. അതിനനുസൃതമായിട്ടുള്ള ആചരണം നമ്മൾ ചിട്ടപ്പെടുത്തണം. നമ്മുടെ ഗൃഹങ്ങൾ മാതൃകാ ഗൃഹങ്ങളാകണം. അടുത്ത തലമുറയ്ക്ക് നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം, കേൾപ്പിക്കല്ല. ദയവ് ചെയ്ത് ഉപദേശിക്കുന്നത് നിർത്തണം.
പകരം കാണിച്ചു കൊടുക്കണം. അമ്മയും അച്ഛനും ഇത്തരമൊരു സമാജത്തെ സൃഷ്ടിക്കാൻ പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ. നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു, ഇതൊരു സാമാന്യ സമാജമല്ല എന്ന വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ പറയുന്നത്. നമ്മുടെ സമാജത്തെ സ്പന്ദിപ്പിക്കാൻ, നമ്മുടെ സമാജത്തെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള നേതൃത്വമാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ മുമ്പിൽ. നമുക്ക് സാധിക്കണം ഇത്തരമൊരു കുടുംബ വ്യവസ്ഥ വാർത്തെടുക്കാൻ. നമ്മൾ നായരാണോ ആയിക്കൊള്ളു, നമ്മൾ ഈഴവരാണോ ആയിക്കൊള്ളു, നമ്മൾ നമ്പൂതിരിയാണോ ആയിക്കൊള്ളു, നമ്മൾ ചെറുമരോ പുലയരോ ആണോ ആയിക്കൊള്ളു, നമ്മൾ നമ്പീശരോ മാലാരോ വാരോ ആണോ ആയിക്കൊള്ളു, ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഇതുണ്ടാവണമെങ്കിൽ ഹിന്ദു വേണം. ഹിന്ദു നായർ, ഹിന്ദു ഈഴവർ, ഹിന്ദു നമ്പൂതിരി, ഹിന്ദു മല, ഹിന്ദു വാര. ഹിന്ദു എന്ന താല്പര്യമില്ലെങ്കിൽ ഇതൊന്നുമില്ല. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. നമ്മുടെ സാമുദായിക സംഘടനകൾ, ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരോ ആവട്ടെ, നിങ്ങൾ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ആ സംഘടനയിൽ ആ സമുദായത്തെ സ്പർശിച്ചുകൊണ്ട് അതിനെ ഹിന്ദുത്വ അവബോധത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും. നിങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരാണോ? നിങ്ങൾ BJP ആണോ? നിങ്ങൾ കോൺഗ്രസ് ആണോ? നിങ്ങൾ CPM ആണോ? CPI ആണോ? ഇനി വേറെ എന്തെങ്കിലും പാർട്ടിയാണോ? സന്തോഷം, എല്ലാ പാർട്ടിയിലും വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു പാർട്ടിയിൽ പോലെ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും നമ്മുടെ കാര്യം പറയുന്ന ആൾക്കാർ വേണം. ഹിന്ദു എന്ന വിഷയത്തിൽ ഒന്നായിരിക്കുക. എന്തിനു സ്വാമി? എന്തിന് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് ചിന്മയ മിഷന്റെ കാസർഗോഡ് സ്ഥാപനത്തിലാണ്. പരമപൂജ്യ ചിന്മയാനന്ദ സ്വാമികളുടെ സങ്കല്പത്തിനനുസരിച്ച് സ്ഥാപിക്കപ്പെട്ട വിദ്യാലയവും അനുബന്ധമായ ആശ്രമവും. ഈ യാത്ര നടത്തുന്നത് മാർഗദർശക മണ്ഡലമാണ്. മാർഗദർശക മണ്ഡലം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭാഗമാണ്. അത് രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത മഹാപുരുഷനാണ് ചിന്മയാനന്ദ സ്വാമികൾ. വിശ്വ ഹിന്ദു പരിഷത്ത് രൂപീകരിച്ചതോടുകൂടെ തന്നെ അതിൽ ഒന്നിച്ച് തന്നെ മാർഗദർശക മണ്ഡലവും രൂപീകരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? സമാജത്തിന് മാർഗദർശനം നൽകാൻ. ഈ സമാജത്തിന് മാർഗദർശനം നൽകുക എന്ന് പറയുമ്പോൾ അതത് കാലഘട്ടത്തിലുള്ള പ്രതിസന്ധികളെ തിരിച്ചറിഞ്ഞ് അനിവാര്യങ്ങളായ പരിഹാരങ്ങളെ നിർദ്ദേശിക്കുക എന്നുള്ളതാണ്. ആ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ധർമ്മ സന്ദേശ യാത്രയിൽ സംഭവിക്കുന്നത്. ആ പരമപൂജ്യ ചിന്മയാനന്ദ സ്വാമികൾ ഒരു കാലഘട്ടത്തിൽ 1970-കളിൽ ആവർത്തിച്ചു പറഞ്ഞു ഹിന്ദു വോട്ട് ബാങ്കിന്റെ അനിവാര്യതയെ കുറിച്ച്. പ്രത്യേകിച്ച് ഒരു പാർട്ടിയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല സ്വാമി. ഒരു പാർട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഹിന്ദു വോട്ട് ബാങ്ക് ആവർത്തിച്ചു പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ഒരിക്കൽ ഒരു ഗീതാ ജ്ഞാനയജ്ഞത്തിന്റെ സന്ദർഭത്തിൽ പത്രപ്രവർത്തകര് സ്വാമിജിയെ വളരെ ചോദിച്ചു, സ്വാമിജി, നിങ്ങൾ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നവരല്ലേ? അതെ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഹിന്ദു വോട്ട് ബാങ്കിനെ കുറിച്ച് പറയാൻ കഴിയുന്നത്? പരമപൂജ്യ സ്വാമികള് സ്വതസിദ്ധമായ ശൈലിയിൽ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, സഹോദരി, നാളെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാൻ ആരെങ്കിലും ഇവിടെ വേണ്ടേ? അതിന് വേണ്ടിയിട്ടാണ്. മറക്കരുത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും സംഘടിതമായ സമ്പന്നമായ ഒരു സമൂഹമായി നമ്മുടെ ഹൈന്ദവ സമാജത്തെ തീർക്കാൻ ഈ നേതൃത്വത്തിന് സാധിക്കണം. ഇങ്ങനെ 14 ജില്ലകളിലും അതത് ജില്ലയിലെ നേതൃത്വവുമായി
സന്യാസിമാർ സംവദിക്കുന്നുണ്ട്. അവരിലൂടെ ആ സന്ദേശം സമാജത്തിലേക്ക് എത്തണം. നമ്മുടെ ക്ഷേത്രങ്ങൾ നോക്കൂ, ഇന്ന് ഈ യാത്ര ആരംഭിച്ചത് നമുക്കറിയാം. ഇന്നലെ കുതിരയോടി ക്ഷേത്രത്തിൽ നിന്ന് ദീപം ജ്വലിപ്പിച്ചുകൊണ്ടാണ്. ശ്രീനാരായണ ഗുരുദേവൻ എത്രമാത്രം ക്ഷേത്രങ്ങളെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. 30-ലേറെ ക്ഷേത്രങ്ങൾ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചു. അരുവിപ്പുറത്ത് ആരംഭിച്ചു ഒന്നിനു പിറകെ ഒന്നായുള്ള ക്ഷേത്ര പ്രതിഷ്ഠകൾ. അതോടൊപ്പം ധർമ്മ, വേദ, യോഗ ശാസ്ത്രങ്ങളിൽ അത്യഗാധങ്ങളായ കൃതികൾ രചിച്ചു. സമാജത്തിന് ഉയർച്ചയുടെ ഉണർച്ചയുടെ പ്രായോഗിക മാർഗനിർദ്ദേശങ്ങൾ നൽകി. ആ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ക്ഷേത്രമാണ് കുതിരയോടി ഗോകർണനാഥേശ്വര ക്ഷേത്രം. അവിടെ നിന്നാണ് ഈ യാത്രയിൽ ദീപം ജ്വലിപ്പിച്ച് കൊണ്ടുവന്നത്. അത് വലിയൊരു സന്ദേശമാണ്. അത് തന്നെ വലിയൊരു സന്ദേശമാണ്. ഇന്ന് ഗുരുദേവൻ ഹിന്ദുവല്ല എന്നൊക്കെ പറയുന്ന വലിയ കോലാഹലങ്ങൾ നമ്മൾ കേൾക്കുന്നു. അവഗണിക്കേണ്ടതാണ്, മറുപടി പറയേണ്ടതല്ല, അവഗണിക്കേണ്ടത് മാത്രമാണ്. ആ കാലഘട്ടത്തിലെ സനാതന ധർമ്മത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടി തീർത്തും ഭ്രാന്താലയ സദൃശമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് തീർത്ഥാലയ സദൃശമായ അവസ്ഥയിലേക്ക് ഉയർത്തുന്നതിന് ഈ രണ്ട് വാക്കുകൾ രണ്ട് മഹാന്മാർ ഉപയോഗിച്ചതാണ്. ഭ്രാന്താലയ സദൃശം വിവേകാനന്ദ സ്വാമികളുടെ പ്രയോഗത്തിൽ നിന്ന് എടുത്തതാണ്. തീർത്ഥാലയം എന്നുള്ളത് മഹാത്മാഗാന്ധിയുടെ പ്രയോഗത്തിൽ നിന്ന് എടുത്തതാണ്. ഭ്രാന്താലയ സദൃശമായ അവസ്ഥയിൽ നിന്ന് തീർത്ഥാലയ സദൃശമായ അവസ്ഥയിലേക്ക് ഉയർത്തുന്നതിന് പരിശ്രമിച്ച മഹാത്മാക്കളിൽ ഒരുപാട് ദിവ്യ വിഭൂതികൾ ഉണ്ടായിരുന്നു. ആ ദിവ്യ വിഭൂതികളൊക്കെ ഒരു മഹാസന്ദേശത്തെ നൽകിയവരായിരുന്നു. അത് തൈക്കാട് അയ്യാവായാൽ, ചട്ടമ്പിസ്വാമി തിരുവടികളായാൽ, ശ്രീനാരായണ ഗുരുദേവനായാൽ, ശുഭാനന്ദ ഗുരുദേവനായാൽ, വേദഗുരു സദാനന്ദ സ്വാമികളായാൽ, ബാഹുരാനന്ദ ഗുരുവായാൽ, ബ്രഹ്മാനന്ദ ശിവയോഗിയായാൽ, രാമാനന്ദ ഗുരുദേവനായാൽ, ശ്രീരാമകൃഷ്ണദേവന്റെ നേരിട്ടുള്ള ശിഷ്യനായിരുന്ന നിർമ്മലാനന്ദ സ്വാമികളായാൽ, അവിടെ നിന്നുള്ള ആഗമാനന്ദ സ്വാമികളായ ഒരു പരമ്പരയായി മഹാപുരുഷന്മാർ. ആ മഹാപുരുഷന്മാരുടെ പരമ്പരയിലാണ് നേരത്തെ പറഞ്ഞ ഈ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തിച്ച് ലോകം മുഴുവൻ സന്ദേശം വ്യാപിപ്പിച്ച മഹാപുരുഷന്മാരും പ്രയത്നിച്ചത്. അങ്ങനെയുള്ള മഹാപുരുഷന്മാരെല്ലാം നമുക്ക് തന്ന വലിയൊരു ദീപമുണ്ട്. ആ ദീപത്തിന്റെ മുഴുവൻ ഭാവങ്ങളെ സമാവാഹിച്ചുകൊണ്ടാണ് കുതിരയോടിയിൽ നിന്ന് ആ ദീപം ജ്വലിപ്പിച്ചത്. അതുകൊണ്ട് സമുദായ ഭേദങ്ങളെ പറഞ്ഞ് കലഹിക്കാത്ത, രാഷ്ട്രീയ ഭേദങ്ങളെ പറഞ്ഞ് കലഹിക്കാത്ത ഈ സനാതന ധർമ്മമാണ് ലോകത്തിന് ശാന്തിയെ പ്രദാനം ചെയ്യാൻ സമർത്ഥവും ശക്തവുമായതെന്ന കാഴ്ചപ്പാടോടുകൂടിയ ഒരു സമാജത്തെ വാർത്തെടുക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം എന്ന് മാത്രമാണ് ഈ ഭാഷണത്തിൽ പറയുന്നത്.